Good morning, ma'am. Okay, നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടി. Then ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആംബുലൻസ് സർവീസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതില് കോസ്റ്റ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. Then ഇനി എമർജൻസി സർവീസസ് ആണ്. എമർജൻസി സർവീസ് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സ്റ്റാർട്ട് ചെയ്തായിരുന്നോ എമർജൻസി സർവീസ്? അയച്ചോ? ഓർക്കണുണ്ടോ? പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നോക്കാം. 108 എമർജൻസി സർവീസ്. ഫസ്റ്റ് വൺ ചോദിക്കട്ടെ, എമർജൻസി സർവീസ് അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കണമെങ്കിൽ വിളിക്കുന്ന നമ്പറാണ് 108ലാണ് നമ്മൾ വിളിക്കുന്നത്. നോക്കാം, പേജ് നമ്പർ ഒക്കെ എടുത്ത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയ ആദ്യം ക്ലാസ്സിലെ പേജ് നമ്പർ 17 ആണോ? ഓക്കെ, പേജ് നമ്പർ 17 എടുക്കാം. ദെൻ ഓക്കെ ആണോ? ഓക്കെ, ദെൻ നോക്കാം. എമർജൻസി സർവീസ് ഹൗ ഇറ്റ് വർക്ക്സ്. എങ്ങനെയാണ് നമ്മള് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ആംബുലൻസ് വിളിക്കണം നമുക്ക് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്? ഹൗ ഇറ്റ് വർക്ക്സ്. When an emergency is intimated through 108, the caller collects the needed basic information and sends optimum services. Primary information includes. അതായത് നമ്മളിപ്പോ ഒരു എമർജൻസി സിറ്റുവേഷൻ, ഇപ്പൊ നിങ്ങൾ ഒരു ആക്സിഡന്റ് എന്തെങ്കിലും കണ്ടു, എമർജൻസി ആയിട്ടുള്ള കേസ് കണ്ടു, നമ്മൾ അപ്പൊ തന്നെ 108ലേക്ക് വിളിക്കുകയാണ്. 108ൽ വിളിക്കുമ്പോൾ അപ്പോൾ അത് നമ്മളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യും, നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് താഴെ പറയുന്നത്, ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോ the call is placed from എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്? District, താലൂക്ക്, സിറ്റി, ടൗൺ ആൻഡ് എക്സാക്ട് ലൊക്കേഷൻ ആൻഡ് ലാൻഡ് മാർക്ക്. അപ്പൊ വിളിക്കുന്ന ആള് എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്? എവിടെയാണ്? ഡിസ്ട്രിക്ട് ഏതാണ്? താലൂക്ക് ഏതാണ്? സിറ്റി, അതുപോലെ തന്നെ ടൗൺ, ലൊക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ലാൻഡ് മാർക്ക് ഏതാണ്? അതുപോലെ തന്നെ എമർജൻസി ടൈപ്പ്, എന്ത് പറ്റിയതാണ്? ചിലപ്പോൾ ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണതോ, അങ്ങനെ എന്തെങ്കിലും എന്ത് ടൈപ്പ് ഇഞ്ചുറി ആണ് അല്ലെ, എന്ത് ടൈപ്പ് ആണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചേർഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ഇഞ്ചേർഡ് അല്ലെ. നമ്പർ ഓഫ് എത്ര പീപ്പിൾ ഉണ്ട്? ചിലപ്പോൾ ഒരുമിച്ചുള്ള ആക്സിഡന്റ് കേസസ് ആയിരിക്കാം അല്ലെ. അപ്പൊ എത്ര പേരുണ്ട്? അതുപോലെ തന്നെ എങ്ങനെയുള്ള ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ, കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണോ, ഏത് ടൈപ്പ് ആണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. നെയിം ആൻഡ് കോണ്ടാക്ട് നമ്പർ ഫോർ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. അതുപോലെ തന്നെ ഈ വിളിച്ച ആളുടെ പേരും അതുപോലെ തന്നെ എന്താണ് അയാളുടെ കോണ്ടാക്ട് നമ്പറും ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ വരുന്ന വഴി ലൊക്കേഷനൊക്കെ മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി വിളിച്ചത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന വ്യക്തിയുടെ പേരും ചോദിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്പറും ചോദിക്കും, കോണ്ടാക്ട് നമ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മള് 108ൽ വിളിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ, ഈ കോളർ നമ്മളിൽ നിന്നും കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം. എവിടെ നിന്നാണ് വിളിക്കുന്നത്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, ഇനി എമർജൻസി ടൈപ്പ് എന്താണ്, എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്, then നമ്മുടെ പേരും പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കോണ്ടാക്ട് നമ്പർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, then നോക്കാം. Emergency help sent through this process is expected to reach site of the emergency in average of 18 minutes. അപ്പൊ നമ്മൾ 108ൽ വിളിച്ചു, നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. Then നമ്മൾ വിളിച്ചൊരു 18 മിനിറ്റ്സിനുള്ളിൽ ആംബുലൻസ് കൃത്യസ്ഥലത്ത് എത്തിയിരിക്കും. Then pre-hospital care will be given to patient who are transported to nearest hospital. അപ്പോ നമ്മൾ കോൾ ചെയ്തു, നമ്മൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ഒരു 18 മിനിറ്റ്സിനുള്ളിൽ ആ ഒരു കൃത്യസ്ഥലത്ത് തന്നെ നമ്മളെ ആംബുലൻസ് എത്തിയിരിക്കും. ആംബുലൻസ് വന്ന് പേഷ്യന്റിനെ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ദെൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി പ്രീ ഹോസ്പിറ്റൽ കെയറും ഈ ഒരു ആംബുലൻസിന് നൽകും. കാരണം നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇവിടുന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ആണ്. സോ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആംബുലൻസ് ആയിരിക്കും നമുക്ക് ആംബുലൻസ് വരുന്നത്. കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ലെവൽ, ഏത് ലെവലാണ് ഓർക്കണുണ്ടോ? പഠിച്ചത് 3 ടൈപ്സുകൾ പഠിച്ചു അല്ലെ. കാർഡിയാക് എന്ന് പറയുമ്പോൾ അത് ഏത് ലെവലാണ്?
ഏതാണ് ടൈപ്പ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ കാർഡിയാക് പറയുന്നത്? ഓർമ്മയുണ്ടാകുമെങ്കിലോ? കാർഡിയാക് എന്ന് പറഞ്ഞത് ഏതായിരുന്നു? യെസ്, ടൈപ്പ് ബി അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ആംബുലൻസ് ആയിരിക്കും വരുന്നത്. ദെൻ അതുപോലെ തന്നെ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്കും പേഷ്യന്റിന് പരിചരണം ഈ ആംബുലൻസിന്റെ ഉള്ളിൽ നൽകിയിരിക്കും. അതിനെയാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴും ആ പോകുന്ന ടൈമില് പേഷ്യന്റ് അത്യാവശ്യം വേണ്ടുന്ന പരിചരണം അല്ലെ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ആംബുലൻസിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊടുക്കും. അതിനെയാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, one note 8 is generated by the EMRI. Underline ചെയ്യുക, EMRI full form exam ചോദിക്കും. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ EMRI ആണ് നമുക്ക് ഈ ഒരു 118 എന്നുള്ള ഒരു എമർജൻസി നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അക്രോസ് മോർ ദാൻ 10 സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു 10 സ്റ്റേറ്റ്സിൽ കൂടുതലായിട്ട് ഈ ഒരു എമർജൻസി നമ്പർ 118 തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് പ്രൊവൈഡ് ചെയ്തത് EMRI, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അണ്ടർലൈൻ ചെയ്തുള്ള ഫുൾ ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, then 108 ഓർത്തിരിക്കണം കേട്ടോ. അത് ഞാൻ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ അറിയില്ലാത്തവര് ശ്രദ്ധിക്കുക, നമ്പർ മറന്നു പോകരുത്. 108. ഓക്കെ, then during അത്രയും വാക്കുകൾ വായിച്ചു നോക്കിക്കോളൂ. ഫസ്റ്റ് ആ ഒരു സെക്ഷൻ ഒന്ന് വായിക്കാം. നമ്മൾ പറഞ്ഞു നിർത്തി അത്രയും വായിച്ചു നോക്കുക. പ്രാവശ്യം വായിച്ചോളൂ, എന്നിട്ട് ഞാനൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ലേറ്റ് ആയിട്ട് അറിയിട്ടുള്ളവർ കുറച്ച് പേരുണ്ടല്ലേ. ഓക്കെ, നമ്മൾ അധികം പറഞ്ഞു പോയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ആ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എളുപ്പമാണ്. വായിച്ചെല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എമർജൻസി ആയിട്ടൊരു നമുക്കൊരു എമർജൻസി കെയറിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ടൊരു സിറ്റുവേഷൻ, ആക്സിഡന്റ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസ് വിളിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പറാണ് 108 എന്ന നമ്പർ. ഇനി നമ്മൾ 108 വിളിക്കുമ്പോൾ അവര് കോൾ എടുക്കുന്നു. കോൾ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളോട് കുറച്ച് വിവരങ്ങൾ അവർ തിരക്കും. എന്തൊക്കെയാണ് നമ്മളോട് തിരക്കുന്ന കാര്യങ്ങൾ നോക്കാം. വേൾഡ് പോളീസ് പ്ലേസ്ഡ് ഫ്രം അല്ലെ, എവിടെ നിന്നാണ് കോൾ വിളിക്കുന്നത്, ദെൻ ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, താലൂക്ക്, സിറ്റി, ടൗൺ, ദെൻ ലൊക്കേഷൻ, ലാൻഡ്മാർക്ക് അല്ലെ, ദെൻ എമർജൻസി ടൈപ്പ്, എന്താണ് പറ്റിയത്, ചിലപ്പോൾ ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി ആണോ, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചേർഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഇഞ്ചേർഡ്, എത്ര പീപ്പിളുണ്ട് അല്ലെ, ഒരാളാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിച്ച് കുറച്ച് ആക്സിഡന്റ് സംഭവിച്ചിരുന്നതാണോ, എങ്ങനെയാണ് ഡീറ്റെയിൽ ചോദിക്കുന്നു. പിന്നെ അതുപോലെ വിളിച്ച ആളുടെ പേരും കോൺടാക്ട് നമ്പറും ചോദിക്കും. ദെൻ എമർജൻസി ഹെൽത്ത് പ്രോസസ് ഇൻ വിച്ച് സൈറ്റ്, നമ്മൾ വിളിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം 18 മിനിറ്റിനുള്ളിൽ ഈ ആംബുലൻസ് ആ ഒരു കൃത്യ സ്പോട്ടിൽ എത്തിയിരിക്കും. നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ പേഷ്യൻസിനെ കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ പേഷ്യൻസിന് ഉള്ള കെയറുകൾ, പ്രീ ഹോസ്പിറ്റൽ കെയറും അവർ നൽകിയിരിക്കും. ദെൻ 108 എന്നുള്ള നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് EMRI ആണ്, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ലേറ്റ് ആയിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഡ്യൂറിംഗ് ആൻ എമർജൻസി സിറ്റുവേഷൻ
knowing what to do, you might save someone's life. അല്ലെ? ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് ശരിക്കും നമുക്ക് രക്ഷിച്ചേക്കാവുന്ന അല്ലെ, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ പലർക്കും ചിലപ്പോ ഇങ്ങനെ ഒരു വന്നോട്ടേക്ക് നമ്മൾ അറിയില്ലായിരിക്കാം. അപ്പൊ നിങ്ങൾ തന്നെ അറിയാത്തവരുണ്ടാവില്ലയോ? പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആദ്യമായിട്ട് ചിലപ്പോൾ കേൾക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കാം ഇനി വന്നോട്ടേറ്റിൽ വിളിക്കണം എന്നുള്ള വിവരങ്ങൾ അല്ലേ. അപ്പൊ അറിയില്ലാത്തവര് അത് എപ്പോഴെങ്കിലും നമുക്ക് ഒരാളുടെ ജീവിതത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കണം അല്ലെ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാല് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളൊന്ന് വിളിക്കുക അല്ലെ. നമ്മളിപ്പോ ഇത് പഠിച്ചിരുന്നതാണല്ലോ. നോക്കാം. അപ്പൊ അവിടെ പറയുന്നത് അപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നത് നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. Then here are a few tips on what you should tell emergency dispatcher while calling for an ambulance. അപ്പൊ നമ്മൾ ഒരു ആംബുലൻസിനെ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ 108 വിളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്? ചിലപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു ടെൻഷൻ വെക്കാണോ ഇരിക്കും ഇല്ലേ. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുമ്പോ നമ്മുടെ ആ ഒരു നോർമൽ ഇതിനേക്കാളും ഒരു ചേഞ്ച് വരുമെന്നാണ് അല്ലെ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, ആരെ വിളിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല അല്ലെ. ഇവനെ നമ്മള് ആണോ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കണ്ണൂരില് എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കണ്ടു അല്ലെ, നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് ആകെ ഇവിടെ മാറും അല്ലെ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആരെ വിളിക്കണം, എവിടെ പോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ആദ്യം ഒരു എന്താ പറയാ ഒരു വെപ്രാളം ഉണ്ട് നമുക്ക് അല്ലെ. സോ ഒരു ആംബുലൻസിൽ നമ്മൾ വിളിക്കുമ്പോൾ എമർജൻസി വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളാണ് താഴെ പറയുന്നത്. നോക്കാം. We can and tell the emergency operator the details of the type of emergency. കാമായിരിക്കാവുന്ന ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചിലപ്പോൾ വെപ്രാളം കൊണ്ട് ടെൻഷൻ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സോ നമ്മൾ കാമായിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ ആ ഓപ്പറേറ്ററോട് എമർജൻസി ടൈപ്പ് ഡീറ്റെയിൽസ് പറയുക. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. You will be demanded to tell him her the address to where ambulance should reach. That includes postal code. നമ്മൾ വിളിക്കുമ്പോൾ അവര് നമ്മളോട് എവിടെയാണ് സ്ഥലം അഡ്രസ് പറയാൻ പറയും. സോ നമ്മൾ അഡ്രസ് പറഞ്ഞു കൊടുക്കുക. പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ പിൻ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ് പറഞ്ഞു കൊടുക്കുക. യുവർ ഫോൺ നമ്പർ may also be inquired for അല്ലെ. നമ്മൾ അതുപോലെ നമ്മുടെ നമ്പർ കൊടുക്കണം. In case operator wants to contact you for direction, ചിലപ്പോൾ വരുമ്പോൾ ഡയറക്ഷൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കണം. He or she will also need the patient age. പേഷ്യന്റിന്റെ ഏജ് ചോദിക്കും, സെക്സ് ചോദിക്കും, ഫിമെയിൽ ആണോ മെയിൽ ആണോ, then medical history you might recollect അല്ലെ. അതുപോലെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുക. Then the operator will also need to know if the person is bleeding ആണോ അല്ലെങ്കിൽ രക്തം വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ, if he or she is conscious ബോധാവസ്ഥയിലാണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണോ പേഷ്യന്റ്, has chest pain and is breathing, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അത് നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കുക. You will also be demanded to make clear the type of injury or emergency. കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇഞ്ചുറി ആണോ അല്ലെങ്കിൽ എമർജൻസി ആണോ എന്താണെന്നുള്ളത് കൃത്യമായിട്ടും അറിയണം. What caused the incident? ആ സംഭവം ഇപ്പൊ കണ്ടതാണെങ്കിൽ നമ്മൾ നേരിട്ട് സംഭവം ഒരു ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾ നേരിട്ട് കണ്ടു നിൽക്കുകയാണെങ്കിൽ ആ സംഭവം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഒരു 108 വിളിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കാമായിട്ടിരിക്കുക അല്ലെ. നമ്മള് ലക്ഷ്യമൂലത്തിൽ പോലും പറയാൻ പറ്റില്ല നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ. സോ നമ്മളൊരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാ, അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം, എങ്ങനെയുള്ള ടൈപ്പ് ആണെന്ന് പറയാം, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ പറ്റുന്നതൊക്കെ പറയാം, ബ്ലീഡിംഗ് ഉണ്ടോ, ബ്ലീഡ് എടുക്കുന്നുണ്ടോ, നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്സുകള്? വായിച്ചു നോക്കിക്കോളാം കേട്ടോ, വായിച്ചു നോക്കുക.
മനസ്സിലാക്കി വായിക്കാം കേട്ടോ. അതിൽ പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. നമ്മൾ വിളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് അല്ലെ. നമുക്കും ഒരു അടിയന്തര സിറ്റുവേഷനില്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലെ. വായിച്ചെല്ലാവരും ഓക്കെ, ക്ലിയർ ആണോ വായിച്ചിട്ട്? ഓക്കെ, അപ്പൊ നമ്മള് 108ന്റെ കാര്യമാണ് പഠിച്ചത്. വർക്ക്സ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ, ഇനി റിപ്പീറ്റ് ചെയ്യണില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? ഇനി നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് ആംബുലൻസിൽ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് അതിൽ ക്രൂവിങ്ങിനെ കുറിച്ചിട്ടാണ്. ക്രൂവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ക്രൂവിംഗ് മെമ്പേഴ്സ്, ആംബുലൻസിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. There are different levels of qualifications that the ambulance crew may hold. Ambulance crew എന്ന് പറയുമ്പോൾ അതില് പല രീതിയിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ക്വാളിഫിക്കേഷൻ, ഡിഫറെന്റ് ലെവൽസിലുള്ള ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളായിരിക്കും ആംബുലൻസ് ക്രൂവിൽ ഉണ്ടായിരിക്കുന്നത്. Then from holding a formal qualification to having a fully qualified doctor on it. ഒരു ഫോർമൽ ക്വാളിഫിക്കേഷൻ തുടങ്ങി ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വരെ ആംബുലൻസിന്റെ ക്രൂവിൽ ഉണ്ടായിരിക്കും. മോസ്റ്റ് ആംബുലൻസ് സർവീസസ് require at least 2 crew members to be on every ambulance. 1 to drive and 1 to attend the patient. Underline ചെയ്യാത്തത്. മോസ്റ്റ് ആംബുലൻസ് സർവീസസ് അവിടെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം എത്ര ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണമെന്ന്. അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് ആംബുലൻസിൽ, എല്ലാ ആംബുലൻസിലും ഉണ്ടായിരിക്കണം. 1 to driver, then 1 to attend patient. പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാള്, then 1 to driver. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കും എന്താ എത്ര ക്രൂ മെമ്പേഴ്സ് ആണ് ആംബുലൻസിൽ റിക്വയർ ആയിട്ട് വേണ്ടത്. എത്രയാണ്? 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. 2ൽ കൂടുതൽ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. Then common ambulance crew qualifications are. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ക്രൂ മെമ്പേഴ്സും ക്രൂ ക്വാളിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. സോ ഈ എല്ലാ ആംബുലൻസിലും ഈ പറയുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സും ഉണ്ടാവണമെന്നില്ല. അത് ഓരോ ആംബുലൻസിൽ അതനുസരിച്ചിട്ടായിരിക്കും ക്രൂ മെമ്പേഴ്സ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്രൂ ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, ഫസ്റ്റ് റെസ്പോണ്ടർ. A person who reaches first at the scene of an incident and whose job is to give early critical care such as cardiopulmonary resuscitation, CPR. Underline here, CPR, cardiopulmonary resuscitation, or applying an automated defibrillator, AED. Underline here, automated external defibrillator. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇൻസിഡന്റ് നടന്നു, ഒരു ആക്സിഡന്റ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് നടക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആ ഇൻസിഡന്റ് കാണുന്ന അല്ലെങ്കിൽ ആ സംഭവ സ്ഥലത്തുള്ള ഫസ്റ്റ് പേഴ്സൺ ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു, ഇപ്പൊ നമ്മൾ കണ്ടു, ഇപ്പൊ നമ്മൾ ആ ഫസ്റ്റ് പേഴ്സൺ ആരാണോ ആ ഒരു ഇൻസിഡന്റ് ഉള്ള ആ ഒരു സ്ഥലത്തുള്ളത് ഫസ്റ്റ് കണ്ടിരിക്കുന്നത് ആരാണ്, അദ്ദേഹമായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ കെയർ കൊടുക്കാന്നുള്ളതാണ്. ഇപ്പോ CPR എക്സാമ്പിൾ ആണ് പറയുന്നത്, CPR കൊടുക്കുക, അതുപോലെ തന്നെ AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ പേഷ്യൻസിന് കൊടുക്കുക. ഫസ്റ്റ് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ CPR കൊടുക്കുക, അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ഫസ്റ്റ് റെസ്പോണ്ടർ മേ ബി സെൻഡ് ബൈ ദ ആംബുലൻസ് സർവീസ്. ഈ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് ആംബുലൻസ് സർവീസസിന് വിളിക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടു, ഇപ്പൊ നമ്മൾ കാണുന്ന ആ വ്യക്തി ആയിരിക്കും ഇവിടെ എമർജൻസി ആംബുലൻസിൽ വിളിക്കുന്നത്. മേ ബി പാസേഴ്സ് ബൈ ഓർ മേ ബി ഡിസ്പാച്ച്ഡ് ടു scene from other agency such as police or fire departments. ചിലപ്പോൾ അത് പാസേഴ്സ് ആയിരിക്കാം അല്ലെ, വഴിയാത്രക്കാരായിരിക്കാം. ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ചിലപ്പോ വഴിയാത്രക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്
ചിലപ്പോൾ മറ്റ് പോലീസ് ആയിരിക്കാം, ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സോ, അങ്ങനെ മറ്റ് ഏതെങ്കിലും ഏജൻസികളും ആകാമെന്ന്. ഓക്കെ. AED എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. നമ്മുടെ ശ്വാസം എന്താ പറയാ, നമ്മുടെ എന്താ ബ്രീത്തിനെ, നമ്മുടെ ശ്വാസത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡിഫിബ്രിലേറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെയാണോ പറഞ്ഞത്? നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഏതായിരുന്നു നിങ്ങളൊക്കെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞില്ലേ? എന്താണോ പറഞ്ഞത്? ഡിഫിബ്രിലേറ്ററിന്റെ കാര്യം ചോദിച്ചപ്പോൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഏതായിരുന്നു? രാജാറാണി മൂവിയൊക്കെ പറഞ്ഞത് ഇവിടെ അല്ലേ, നമ്മളല്ലേ പറഞ്ഞത്? അല്ലെ? രാജാറാണി മൂവിയിൽ നമ്മൾ പറഞ്ഞു ആക്സിഡന്റ് സംഭവിക്കുന്നത് ഇതുപോലെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. സോ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ ഒരു ഇൻസിഡന്റ് കാണുന്ന വ്യക്തികളാണ്. പാസഞ്ചേഴ്സ് ആകാം, പോലീസ് ആകാം, ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആകാം. അവര് ഫസ്റ്റ് കാണുന്ന വ്യക്തിയാണ്. ദെൻ ആംബുലൻസ് വിളിക്കുന്ന വ്യക്തി, CPR ഒക്കെ കൊടുക്കുക, ദെൻ AED കൊടുക്കുക. ക്ലിയർ ആണോ ഫസ്റ്റ് റെസ്പോണ്ടർ? അപ്പോ അതില് പഠിക്കാനായിട്ടുണ്ട്, CPR പഠിക്കാനുണ്ട്, AED പഠിക്കാനുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അതിൽ പഠിക്കാനായിട്ടുള്ളത്. വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് റെസ്പോണ്ടർ വായിച്ചു നോക്കുക. നമുക്ക് ഓരോന്ന് വായിച്ച് പോയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒരുമിച്ച് പറഞ്ഞത് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ക്ലിയർ ആക്കിയിട്ട് അടുത്തതിനകത്ത് പോകാം. പിക്ക് ഞാൻ വിട്ടുപോയി, ഓർത്തില്ല കേട്ടോ. കുറച്ച് ദിവസമായല്ലോ നമ്മള് ക്ലാസ്. അതിന് നെക്സ്റ്റ് ഡേ തന്നെയാണെങ്കിൽ ഇങ്ങനെ ഓർത്തിരുന്നാലേ. ഓക്കെ, സോറി, വിട്ടുപോയി. വായിച്ചില്ലേ എല്ലാവരും? ഫസ്റ്റ് റെസ്പോണ്ടർ വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തതാണ് ആംബുലൻസ് ഡ്രൈവർ. അല്ലെ, ഡ്രൈവർ വേണ്ടേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ലേ ഡ്രൈവർ. Some services employ staff without any qualification or just basic first training. അല്ലെ, ചില എംപ്ലോയീസിന് ക്വാളിഫിക്കേഷന്റെ ആവശ്യമൊന്നുമില്ല, ഓൺലി ട്രെയിനിങ് മാത്രം മതി. ഇപ്പൊ ഒരു ഡ്രൈവർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗിനുള്ള എക്സ്പീരിയൻസ് മതി, അല്ലാതെ അദ്ദേഹത്തിന് വേറെ എക്സ്ട്രാ ക്വാളിഫിക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. whose work is to simply drive to the vehicle. അല്ലെ, simply drive the vehicle. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുക. Then ambulance drivers may also have training in using radio and knowing where medical supplies are stored in the ambulance. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ആംബുലൻസ് ഓടിക്കുക എന്നതാണ്. അതിന് പുറമെ യൂസിങ് റേഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റേഡിയോ കമ്മ്യൂണിക്കേഷൻസ്, അത് യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ സപ്ലൈസ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ മെഡിക്കൽ സാധനങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങളോ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് എവിടെയൊക്കെയാണ് വെക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മതി, അല്ലാതെ ഒരുപാട് ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് ആവശ്യമില്ല. വെഹിക്കിൾ ഓടിക്കുക, ഇതുപോലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആംബുലൻസിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളോ മറ്റു മെഡിക്കൽ സാധനങ്ങളും എവിടെയാണ് കൃത്യമായിട്ട് വെക്കുന്നത് അറിവുണ്ടായിരിക്കണം. ക്ലിയർ? ആംബുലൻസ് ഡ്രൈവർ വായിച്ചു നോക്കുക കേട്ടോ.
ഓക്കെ, മൂന്നാമത്തെ നോക്കാം. വായിച്ച് കംപ്ലീറ്റ് ചെയ്തുള്ളവരും. മൂന്നാമത്തത് നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ്. സ്പീഡ് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ചിലപ്പോ ഞാൻ പറയുമ്പോ ഇങ്ങനെ എന്റെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് സ്പീഡ് കൂടി പോകുമല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ ആണോ? നോർമൽ സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പറയുമ്പോൾ ചിലപ്പോ ആ ഫ്ലോയിൽ ചിലപ്പോ സ്പീഡ് കൂടി പോയാൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ. Then non-emergency attendant. This role has different levels of training across the world. വേൾഡില് ഇത് പല ലെവൽസ് ഓഫ് ട്രെയിനിങ് ഉള്ള വ്യക്തികളാണ് നോൺ എമർജൻസി അറ്റൻഡ് എന്ന് പറയുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ ലെവൽസ് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. Then, but these staff are commonly only needed to carry out patient transport duties. അപ്പോൾ ഈ നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഒപ്പം കൂടി അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്യാം. Which can include structure of wheelchair cases. ഇപ്പൊ പേഷ്യന്റിന്റെ സ്ട്രക്ചറിലേക്ക് എടുക്കാനും അതുപോലെ വീൽ ചെയറിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് നോക്കേണ്ടത്. Then rather than acute care, അതുപോലെ തന്നെ acute care, ഇപ്പൊ ക്രിട്ടിക്കൽ കെയർ എന്തെങ്കിലും അവർക്ക് കൊടുക്കാനും സാധിക്കും. Then depending on provider, they may be instructed in first aid or extended skills such as use of an AED, oxygen therapy, and other life-saving or palliative cases. അപ്പൊ അവർക്ക് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക. സ്ട്രക്ചർ, വീൽ ചെയർ എന്നിങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ അവർക്ക് അക്യൂട്ട് കെയർ, അതായത് എമർജൻസി പരിചരണം കൊടുക്കാനുമുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. എക്സാമ്പിൾ ആണ് പറയുന്നത്, ഇപ്പോൾ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ കൊടുക്കാനുള്ള കഴിവുണ്ടാകും. ഓക്സിജൻ തെറാപ്പി, ഓക്സിജൻ മാസ്ക് അല്ലെ, ഓക്സിജൻ കൊടുക്കാനും അതുപോലെ തന്നെ പാലിയേറ്റീവ് സ്കിൽസ്. പാലിയേറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റും ഇതുപോലെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. They may give emergency cover when other units are not obtainable or when accompanied by a fully qualified technician or paramedic. അതുപോലെ തന്നെ അവർക്ക് എമർജൻസി കവർ കൊടുക്കാൻ പറ്റും പേഷ്യൻസിന്. എമർജൻസി കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈഫ് സേവിംഗ് എക്യുപ്മെന്റ്സ്, അതായത് ഇപ്പൊ നമ്മൾ ഓക്സിജൻ മാസ്ക് അല്ലെങ്കിൽ എന്താണ് ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ക്രിട്ടിക്കൽ എമർജൻസി കവർ ഇവർക്ക് കൊടുക്കാൻ സാധിക്കും. When accompanied by a fully qualified technician or paramedic. ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കോ ആ ആംബുലൻസിൽ ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ ഇവർക്ക് ഈ പറയുന്ന എമർജൻസി കവറും ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്ററും കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ അതിനെ ചെയ്യാനായിട്ട് പാടില്ല. അവരുടെ കീഴിൽ ഫുൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള പാരാമെഡിക്കിന്റെയോ അല്ലെങ്കിൽ ടെക്നീഷ്യന്റെയോ കീഴിലായിരിക്കണം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? നോൺ എമർജൻസി അറ്റൻഡന്റ് വായിച്ചു നോക്കുക കേട്ടോ, മനസ്സിലാക്കി വായിക്കാം.
ഇവിടെ പറയണോ നോക്കാം കേട്ടോ. നോൺ എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലെവൽസിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പേഷ്യന്റിനെ ക്യാരി ചെയ്യുക, പേഷ്യൻസിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ്. വിച്ച് ഇൻക്ലൂഡ് സ്ട്രക്ചർ, പേഷ്യന്റിന്റെ സ്ട്രക്ചറിൽ കിടക്കാനും അതുപോലെ സ്ട്രക്ചറിൽ കിടക്കാനും വീൽ ചെയറിൽ നിന്നൊക്കെ ഇറക്കാനും അങ്ങനെയുള്ള ഹെൽപ്പ് ഒക്കെയാണ് അവർ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് അക്യൂട്ട് കെയർ, എമർജൻസി ആയിട്ടുള്ള കെയർ കൊടുക്കാനും അവർക്ക് സ്കിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ ഓക്സിജൻ തെറാപ്പി കൊടുക്കാനോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഒക്കെ അവർക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെ അവർ കൊടുക്കേണ്ടത് അവരുടെ ഒപ്പം തന്നെ ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള പാരാമെഡിക് ഉണ്ടായിരിക്കണം. അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവർക്ക് ഈ എമർജൻസി കവർ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയർ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ തനിയെ കൊടുക്കാൻ പാടില്ല. അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. മനസ്സിലായപ്പോ? ഓക്കെ. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ നോൺ എമർജൻസി അറ്റൻഡന്റ്? Then next one, emergency care assistant. Emergency, non-emergency ആയിരുന്നേ. Then emergency care assistant. Frontline ambulance drivers who arrives at occurrences in both emergency and non-emergency situation. ആംബുലൻസ് ഡ്രൈവർ എന്ന പോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ആംബുലൻസിൽ പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി their job is to help the technician or paramedic they are working with carry out their duties. എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാർ ആംബുലൻസിലുള്ള ടെക്നീഷ്യനെയും അതുപോലെ തന്നെ പാരാമെഡിക്കിനെയും ഹെൽപ്പ് ചെയ്യാമെന്ന് അവരുടെ വർക്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി. Such as making up medications, setting up fluids, but not attaching, or doing simple observation. പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യാം, അതുപോലെ തന്നെ മെഡിസിൻസുകളൊക്കെ എടുത്ത് സെറ്റ് ആക്കി കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് സെറ്റിംഗ് അപ്പ് ഫ്ലൂയിഡ്സ്, അതായത് നമ്മൾ ഫ്ലൂയിഡ്സ് ഒക്കെ സജ്ജീകരിക്കാം. ബട്ട് നോട്ട് അറ്റാച്ചിങ്, പേഷ്യൻസിന് ഇതുപോലെ ഫ്ലൂയിഡ് കൊടുക്കാൻ പാടില്ല, കൊടുക്കാനായിട്ടുള്ളതൊക്കെ ഒരുക്കി വെക്കുകയാണ്, സെറ്റ് ചെയ്ത് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പാരാമെഡിക്കിനെയും ടെക്നീഷ്യനെയും അവരുടെ ഡ്യൂട്ടിയിൽ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? എമർജൻസി കെയർ അസിസ്റ്റന്റ് വായിച്ചു നോക്കാം കേട്ടോ. എമർജൻസി കെയർ അസിസ്റ്റന്റ് സെക്കൻഡ് ലൈൻ എന്ന് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. Their job is to help technician or paramedic they are working with carry out duties. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി ആണ് പാരാമെഡിക്കിനെയും ടെക്നീഷ്യനെയും ഹെൽപ്പ് ചെയ്യുക.
നെക്സ്റ്റ് നോക്കാം, വായിച്ചില്ല എല്ലാവരും? Then next one, emergency medical technician. Emergency medical technician. The technicians are generally able to do a wide range of emergency care skills. Emergency medical technician എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എമർജൻസി കെയർ സ്കിൽസ് വൈഡ് റേഞ്ച് ഓഫ് അല്ലെ, ഒരുപാട് എമർജൻസി കെയർ ചെയ്യാനുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, EMT എന്ന് പറയാം. Such are defibrillation, spinal immobilization, bleeding control, splinting of suspected fractures, helping patient with some medication and oxygen therapy. കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വഴി വഹിച്ചാണ്. അതായത് ഇപ്പൊ ഡിഫിബ്രിലേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ. എന്ത് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യന്റിനെ ഇമ്മൊബിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അധികം ചലനമൊന്നും തട്ടാതെ അല്ലെ, അതായത് നമ്മൾക്ക് നേരെ സ്ട്രൈറ്റ് നേരെ കിടത്തിക്കൊണ്ട് അനക്കൊന്നും തട്ടാതെ വെരി കെയർഫുള്ളോട് കൂടിയിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോവുക. ദെൻ ബ്ലീഡിംഗ് കൺട്രോൾ, പോകുന്ന വഴിയിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള കഴിവ്. Then splinting of suspected fractures. ഇതുപോലെ നമ്മൾ കയ്യോ കാലൊക്കെ പൊട്ടിയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അനക്കാതെ കൊണ്ടുപോകണം പേഷ്യൻസിനെ അല്ലെ, അധികം നമ്മള് മൂവ്മെന്റ്സ് ഒക്കെ വരാത്ത രീതിയിൽ അത്രയും കെയർ കൊടുക്കാനും അതുപോലെ തന്നെ ആ പേഷ്യൻസിന് വേണ്ട മെഡിക്കേഷൻസുകൾ കൊടുക്കാനും ഓക്സിജൻ തെറാപ്പി ആവശ്യമുള്ള പേഷ്യൻസിന് ഓക്സിജൻ ഒക്കെ കൊടുക്കാനും ഇവർക്ക് കഴിവ് ഉണ്ടായിരിക്കും. Certain countries split this term into levels. ഇനി ചില കൺട്രീസിലാണെങ്കിൽ ഈ EMT എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. Such as in US where the EMT basic and EMI intermediate. EMT intermediate. ചില കൺട്രിയിൽ EMI EMT ബേസിക് എന്നും പറയും, അതുപോലെ EMT ഇന്റർമീഡിയറ്റ് എന്ന് പറയും. EMT എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ അവര് EMT എന്താ പറയാ EMT കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. പെട്ടെന്ന് വായിച്ചു നോക്കുക കേട്ടോ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. 4 കൂടി നമുക്കിത് പറയാനുണ്ട്. പഠിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച ആളൊക്കെ ഉണ്ട് കേട്ടോ. Complete ചെയ്തോ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. നെക്സ്റ്റ് നോക്കാം, രജിസ്ട്രേഡ് നേഴ്സ്. എന്ന് നമ്മൾ പറയും അല്ലെ, രജിസ്ട്രേഡ് നേഴ്സ്. ഇൻ സർട്ടൻ സിസ്റ്റം nurses are the principal providers of advanced level care of on ambulance. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആംബുലൻസിൽ
പേഷ്യൻസിന് രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും പരിചരണം കൊടുക്കുന്നത്. യൂഷ്വലി ഇൻ പ്ലേസ് ഓഫ് പാരാമെഡിക്സിന് പകരം ചിലപ്പോൾ രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും പരിചരണം കൊടുക്കുന്നത്. Nurses may also work on ambulance for critical care transport. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്, ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും ആ ട്രാൻസ്പോർട്ടിന്റെ ടൈമിൽ കൂടെ പോകുന്നത്. രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, GLM അല്ലെങ്കിൽ BSc നഴ്സ് പോലുള്ള അത്തരം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവര്. ദെൻ എന്താണ് മെഡിക്കൽ നഴ്സിംഗ് അതിൽ എന്താണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ളവര്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. രജിസ്റ്റേർഡ് നഴ്സ് ചെറിയ കുറച്ച് കാര്യങ്ങളുള്ളൂ. Okay, then next paramedic. This is a high level of medical training and often comprised of key skills not allowable for technicians. അപ്പോൾ പാരാമെഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നഴ്സിംഗ്, അതായത് ഈ രജിസ്റ്റേർഡ് നഴ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്നവര്, നമ്മൾ അസിസ്റ്റന്റ് എന്നൊക്കെ പറയും, അസിസ്റ്റന്റ് നഴ്സ്. അവർക്ക് ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ്സ് ഉണ്ടായിരിക്കും. They comprise of the skills not allowable for technician. ചിലപ്പോൾ ടെക്നീഷ്യന്മാർക്ക് ഇല്ലാത്ത പല കഴിവുകളും പാരാമെഡിക്സിന് ഉണ്ടായിരിക്കും. Such as cannulation and with the ability to administer a range of drugs such as morphine. Cannulation കൊടുക്കാനൊക്കെ അവർക്ക് സാധിക്കും. മോർഫിൻ പോലുള്ള ഡ്രഗ്സ്, മോർഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ കില്ലർ ആണ്. കാനുലേഷൻ വഴി നമ്മൾ കൊടുക്കുന്ന പെയിൻ കില്ലറുകൾ. സോ നമ്മൾ കാനുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. Then triacal intubation, ട്യൂബ് ഒക്കെ ഇടാൻ അറിയാൻ സാധിക്കും. And other skill such as executing cricothyrotomy. Cricothyrotomy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസിന് ട്രാക്കിയോസ്റ്റോമി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ? ദെൻ നമ്മൾ തൊണ്ടയിൽ കൂടി ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. ദെൻ അങ്ങനെ ആ ഒരു രീതിയിൽ ഈ ട്രാക്കിയോസ്റ്റോമി, തൊണ്ടയിൽ കൂടി ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യാനുള്ള കഴിവ് ഈ പാരാമെഡിക്സിന് ഉണ്ടായിരിക്കും. ഓക്കെ, പാരാമെഡിക് വായിക്കാം. ഇങ്ങനെ ഓരോന്നും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതേ എന്താ കംപ്ലീറ്റ് വായിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓരോന്നും വായിപ്പിക്കുന്നത്. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. പാരാമെഡിക് വായിക്കാം. ക്രൈക്കോട്ടോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്കിയോസ്റ്റോമി, തൊണ്ടയിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ട്യൂബ് ഇടുന്നത്. ക്രിട്ടിക്കൽ കേസസുകൾക്ക് നമുക്ക് ബ്രീത്തിങ്ങിന് വേണ്ടി ചിലപ്പോൾ തൊണ്ടയിൽ കൂടി ആയിരിക്കും ചെറിയൊരു മുറിവ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ട്യൂബ് ഇടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ കെയർ ചെയ്യാനായിട്ട് ഈ പാരാമെഡിക്കിന് കഴിവുണ്ട്. കാനുലേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കും, ക്യാനുലില്ലേ, നമ്മുടെ ഞരമ്പിൽ കൂടി ക്യാനുലുകൾ നൽകൂലേ, മെഡിസിൻസ് കൊടുക്കൂലേ നമ്മുടെ വെയിനിൽ കൂടി. ക്ലിയർ ആയോ? അതാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. ക്യാനുലയിൽ കൂടി നോർമൽ മെഡിസിൻ കൊടുക്കുന്നതല്ല, ക്യാനുലയിൽ കൂടി നമുക്ക് നമ്മുടെ കൈത്തന്റെ ഞരമ്പിൽ കൂടി നമ്മൾ ക്യാനുലേഷൻ അല്ലെ, ട്യൂബിൽ കൂടി നമുക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മോർഫിൻ പോലുള്ള മെഡിസിൻസുകൾ. മോർഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന സംഹാരിയാണ് കേട്ടോ.
ട്രൈക്കോട്ടൊറോട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബ് ഇടുന്ന പേഷ്യൻസുകൾ, അതായത് ഇപ്പോ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വരുമ്പോൾ അവർക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റില്ല. സോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ ട്യൂബ് ഇടുന്നതാണ്. ഇപ്പൊ ട്രൈക്കോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊണ്ടയിൽ കൂടി ട്യൂബ് ഇടുന്നത്, മീൻസ് ട്രാക്കിയോസ്റ്റോമി എന്നും പറയും നമ്മൾ അതിനെ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. പേഷ്യൻ ട്രാൻസ്പോർട്ടിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, എനിക്ക് തോന്നുന്നു തേർഡ് മോഡ്യൂളൊക്കെ ആയിരിക്കാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ട്രയാക്കിൾ ഇന്റിബേഷൻ തന്നെയാണ് ട്രാക്കിയോസ്റ്റോമി പോലെ തന്നെ കേട്ടോ. തൊണ്ടയിൽ കൂടിയുള്ള മുറിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ട്യൂബ് ഇടുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പേര് മാത്രം. അതിനുള്ള സ്കിൽസ് അവർക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, ഇതിന് അടുത്തത് നോക്കാം. എമർജൻസി കെയർ പ്രാക്ടീഷണർ, ECP എന്ന് വിളിക്കാം. This position is outlined to bridge the link between ambulance care and the care of general practitioner. Emergency care practitioner എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആംബുലൻസ് കെയർ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവർ, ആംബുലൻസ് കെയർ പ്രാക്ടീഷണറും ഡോക്ടേഴ്സും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉള്ള വ്യക്തിയാണ് ECP എന്ന് പറയുന്നത്. ECPs are already eligible paramedics. അവർ പാരാമെഡിക്സ് എലിജിബിൾ ആയിരിക്കും. Who have gone through further trainings and are trained dictate medicine for longer period care. Dictate എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് കൊടുക്കാനായിട്ട് അല്ലെ. അതായത് എന്താണ്, പേഷ്യൻസിന് ഇപ്പോൾ ലോങ്ങിലൊക്കെയുള്ള ഒരുപാട് നേരം ടൈം യാത്ര ചെയ്യണം, മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ, ആ ഒരു ടൈമില് മെഡിസിൻസുകളൊക്കെ കൊടുക്കാനും, അതുപോലെ തന്നെ സച്ച് ആസ് ആന്റിബയോട്ടിക് ആസ് വെൽ ആസ് ബീങ് ട്രെയിൻഡ് ഇൻ റേഞ്ച് ഓഫ് അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്, മറ്റു ടെസ്റ്റുകൾ നടത്താനും, ദെൻ ആന്റിബയോട്ടിക്സുകളൊക്കെ കൊടുക്കാനും, മെഡിസിൻസുകൾ കൊടുക്കാനും, ഇതിനെല്ലാം ഉള്ള കഴിവുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. ഇപ്പൊ ഡോക്ടറായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ള വ്യക്തിയാണ്. കാരണം ഇങ്ങനെ ലോങ്ങർ പീരീഡിലൊക്കെ പോകുമ്പോൾ പേഷ്യൻസിന് പല രീതിയിലുള്ള കെയർ ആവശ്യമാണ്. മെഡിസിൻസുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും, മറ്റു എമർജൻസി കെയർ കൊടുക്കണം, ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും, മോണിറ്ററിംഗ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ ഡോക്ടറായിട്ട് വളരെയധികം ലിങ്കുള്ള ഒരു വ്യക്തിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. വായിച്ചു നോക്കുക കേട്ടോ. ECP എന്ന് പറഞ്ഞാൽ എമർജൻസി കെയർ പ്രാക്ടീഷണർ ആണ്. Okay, next physician assistant. Physician assistant are seen mainly in the English-speaking countries and are known as physician associates in some countries. അതായത് ഇത് കൂടുതലായിട്ടും അബ്രോഡില് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഇങ്ങനെയൊരു പൊസിഷൻ ഉള്ളത്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുള്ളത്. Then are known as physician associates in some countries. ഫിസിഷ്യൻ അസോസിയേറ്റ്സ് എന്ന് ചില രാജ്യങ്ങളിൽ അങ്ങനെയും വിളിക്കുന്നു. Then PA, physician assistant, mirror the practice of a physician and are able to provide range of medical skills a physician provide. ഒരു ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്ന പരിശീലനങ്ങൾ, കെയറുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവർക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റും ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും. ഒരു ഫിസിഷ്യന്റെ സ്കിൽസ് പോലെ തന്നെയാണ് ഈ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ സ്കിൽസ്. They normally work in dissociation with the physician. Physician ആയിട്ടൊപ്പം വർക്ക് ചെയ്യുന്നു. Though in ambulance environment, this may not possible. Instead, advanced direction of electronic communication is available. Physician assistant to consult with the physician when needed. അപ്പൊ ഒരു ആംബുലൻസില് രണ്ടുപേരുടെയും ആവശ്യം വരുന്നില്ല. ഒന്നില്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ മതി, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് മാത്രം മതി. Then ഇപ്പോ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ പഠിച്ചല്ലോ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, 2-way റേഡിയോ അല്ലെ, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്മിറ്ററോ അല്ലെങ്കിൽ 2-way റേഡിയോ,
അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വഴി ഫിസിഷ്യനോട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഫിസിഷ്യനെ ഹെൽപ്പ് വേണമെങ്കിൽ ആ ടൈമിൽ ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യാവുന്നത്. ബാക്കി കെയറുകളും കാര്യങ്ങളൊക്കെ ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിനോട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ രണ്ടുപേരുടെ ആവശ്യമില്ല. ഒരു ആംബുലൻസിൽ ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ മതി, അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് മതി. മേ ബി ഫിസിഷ്യൻ അസിസ്റ്റന്റിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഇവിടെ കൂടുതലും എന്താണ് ഫിസിഷ്യൻ മാത്രമായിരിക്കും. കുറച്ചും കൂടി അബ്രോഡ് കൺട്രീസിലേക്കാണ് നമ്മൾ എന്താണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. വായിച്ചു എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഫിസിഷ്യൻ അസിസ്റ്റന്റ് ലാസ്റ്റ് വൺ ഫിസിഷ്യൻ. അത് ഒരെണ്ണം കൂടെ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ. ഫിസിഷ്യൻ നോക്കാം. ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലൈസ്ഡ് ആംബുലൻസ് യൂണിറ്റ്സ്, most notably the air ambulance with the full range of additional skills such as use of prescription medicines. അല്ലെ, അപ്പൊ ഒരു ഫിസിഷ്യൻ ഏറ്റവും കൂടുതൽ ഏറ്റവും എയർ ആംബുലൻസിലാണ് ഫിസിഷ്യന്റെ ആവശ്യം വരുന്നത്. with full range of additional skills such as use of prescription of medicines. പ്രിസ്ക്രിപ്ഷൻ എഴുതാനും മെഡിസിനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എമർജൻസി ആയിട്ടാണല്ലോ നമ്മൾ ഒരു എയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. സോ അതെല്ലാം ഫിസിഷ്യന്റെ സാന്നിധ്യം ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ് എയർ ആംബുലൻസിൽ. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ എഴുതാനും മെഡിസിൻസ് ഒക്കെ പറയാനൊക്കെ ആയിട്ട് ഫിസിഷ്യന്റെ സാന്നിധ്യം എയർ ആംബുലൻസിൽ ആവശ്യമാണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കിയത് ക്രൂവിങ്സ് ആണ് ആംബുലൻസിൽ ഉണ്ടായിരിക്കേണ്ടത്. ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റ്, then എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്ട്രേഡ് നഴ്സ്, പാരാമെഡിക്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, then ഫിസിഷ്യൻ. ഓക്കെ, 10 ക്രൂവിങ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. then ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആംബുലൻസ് സർവീസസ് എന്നുള്ളത് ഒരുപാട് വലിയ ചാപ്റ്റർ ഒന്നല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഒരു ആംബുലൻസ് എന്ന് പറയുമ്പോ അല്ലെ, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ആംബുലൻസിൽ ഉണ്ടായിരിക്കേണ്ട വ്യക്തികള്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസുകൾ ഏതൊക്കെയാണ് അല്ലെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് ചാപ്റ്ററിൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയാം, കംപ്ലീറ്റ് വായിക്കണില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. അപ്പൊ അതിൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ ഒത്തിരി ഫുൾ ഫോമുകൾ കണ്ടു ഇല്ലേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് EMT, EMS, EMRI അല്ലെ, ഒരുപാട് ഫുൾ ഫോംസ് പഠിച്ചു. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിൽ ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച ഫുൾ ഫോമുകൾ ഒന്ന് എഴുതി വെക്കുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എഴുതി വെക്കാറുണ്ടോ? ചിലപ്പോ നിങ്ങൾ ഓൾറെഡി എഴുതി വെക്കുന്നുണ്ടാകാം. നമ്മൾ വേറെ എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോ പറ്റുന്നവരാണെങ്കിൽ, ഞാൻ കമ്പൽസറി ഒന്നും പറയാനല്ല, എങ്കിലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ മതി, ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിൽ ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച ഫുൾ ഫോമുകൾ ഏതൊക്കെയാണോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ എല്ലാ ചാപ്റ്ററിന്റെയും എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഫുൾ ഫോമുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. എക്സാമിന് എന്തായാലും ഈ ഫുൾ ഫോമുകളൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ നമ്മള് പെട്ടെന്നൊന്ന് നോക്കുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മള് 2 മോഡ്യൂൾസ് കാര്യങ്ങൾ എക്സാം ഒക്കെ ഉണ്ടാകും. ഇൻഫോർമേഷൻ തരും കേട്ടോ. പെട്ടെന്ന് എക്സാം ആണെന്നൊന്നും പറയില്ല, സ്റ്റഡി ലീവ് ഒക്കെ തരും. അതുപോലെ തന്നെ എന്താണ് നേരത്തെ തന്നെ ഇൻഫോർമേഷൻ ചെയ്യും കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, ചാപ്റ്റേഴ്സുകൾ ഉണ്ടെങ്കിൽ അല്ലെ. ഓക്കെ, അപ്പോ എന്താ ഇൻഫോർമേഷൻ വരാനൊന്നും കാത്തിരിക്കേണ്ട, പറ്റുന്നത് പോലെ തന്നെ പഠിക്കാം കേട്ടോ. എക്സാം ഓൺലൈൻ തന്നെ ആയിരിക്കുമല്ലോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെല്ലാം പറഞ്ഞില്ലേ ഡീറ്റെയിൽ ആയിട്ട്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടായിരുന്നു എല്ലാവരും? സ്കിപ്പ് ചെയ്തിട്ട് കണ്ടവരാണെങ്കിൽ അതൊന്ന് ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. സംശയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടില്ലേ നിങ്ങള്? കണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ അതില് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ തരും, പേടിക്കണ്ട. എക്സാം ഒക്കെ നന്നായിട്ടൊക്കെ എഴുതാം, നന്നായിട്ട് പഠിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ദെൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക. ലാസ്റ്റ് ടൈമിലോട്ട് എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ എക്സാമിനെ കുറിച്ച് പറയും, പേടിക്കേണ്ട. ചാപ്റ്റർ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവട്ടെ, ഇൻഫോർമേഷൻ ഒക്കെ തരും കേട്ടോ. പാസീവ് വിഷ്വൽസ് ഇമ്പോർട്ടന്റ് ആണ്. സൈൻ ചോദിച്ചിട്ട് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്. ആ പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എല്ലാവരും പഠിക്കണം. സൈനുകൾ കേട്ടോ, സിമ്പിൾ ആണ് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഫസ്റ്റ് രണ്ടെണ്ണം നമ്മൾ നോർമലി എല്ലാവരും കാണുന്നതാണ്, സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദെൻ റെഡ് ക്രസന്റ്, ദെൻ മാൽക്കീസ് ക്രോസ്. നോട്ട് ചെയ്ത് വെക്കണം. സൈൻ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എക്സാമിൽ ചോദിക്കാം. 4 സൈൻ പഠിക്കാനുള്ളൂ, അതിൽ കൂടുതലായിട്ടൊന്നും ടെക്സ്റ്റിൽ ഇല്ലാത്തതൊന്നും ചോദിക്കില്ല. നമുക്ക് പഠിക്കാനുള്ളത് മാത്രം ചോദിക്കാറുള്ളൂ. ഓക്കെ, അങ്ങനെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.